എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ എന്താ പറയുക 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണേ. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള മെയിൻ റീസൺ നമ്മളെ ക്യാമറ അല്ലേ, അത് കംപ്ലൈൻ്റ് ആയിരുന്നില്ലേ. അപ്പോൾ അത് ശരിയാക്കാൻ കൊടുത്തിട്ട് നമുക്ക് അത് റെഡി ആയെന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വന്നിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എന്താ പറയുക വേറെ സ്ഥലത്തേക്കൊക്കെ പോയ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കണ മുന്നേ ഞാൻ പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാരാണെങ്കിൽ കാര്യത്തിൽ റെഡ് ഐക്കൺ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ട്, ബെല്ലൈക്കനും കൂടി ഉണ്ടാവും. അതിൻ്റെ ഓൾ ഓപ്ഷൻ ഇട്ടാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾ മൊബൈലിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് കാണുന്ന പോലെ എത്ര ഇതില്ല കേട്ടോ. അതായത് കൊറോണയ്ക്ക് മുന്നേ നമ്മൾ ഏതായാലും 1-2 ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ്. അതെ, എൻ്റെ വൈഫ് ഫാമിലിയായിട്ട് വന്നതിന് ശേഷം നമ്മള് അന്ന് എന്താ ഫാത്തിമ. അപ്പൊ ഫാമിലി വരുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിപ്പോ കൊറോണന്റെ ഈ സിറ്റുവേഷനിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരും. പിന്നീട് അങ്ങോട്ട് പോയിക്കുന്നത് ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മളിപ്പോ ദുബായ് അല്ല, ഇവിടെ ദുബായ് അബ്രയിലാണ് ഉള്ളത് അല്ലേ? ദുബായ് അബ്രയില്. ഇപ്പൊ ഇവിടെ ദുബായിലും ഒന്ന് സന്ദർശിച്ച് വരണം അല്ലേ? അത് അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയതല്ലേ? പറയാനോ ഞാൻ പറഞ്ഞില്ലേ വരുമ്പോ റെനി ഇത് കണ്ടിട്ട് സങ്കടപ്പെടണം അല്ലേ? അയ്യോ, റെനി ഭായിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെനി കൂടെ വേണമായിരുന്നു അല്ലേ? നമുക്കതൊരു എന്താ ചെയ്യാ. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കാം. അതെ അതെ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. मास्क उतार ले आप, ये इधर जाएगा मास्क खराब कर देगा. उतार दे, ताड़े कर दे, उतार दे. नहीं, साथ से उतार दे. ओए 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 सबर, वो ये टक मार देता एकदम. ओए विकेट बनाना 5 दरम में पैरेट के साथ. मिठू ऊपर देखो. क्या नाम है? मिठू. മിട്ടു. മിട്ടു. ഇത് ഇതേപോലെ മിട്ടു പൂച്ച എന്ന് വിളിക്കുന്ന പോലെ ഇതിന്റെ പേര്. സംസാരിക്കണം. ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? കടിക്കണമെന്നുണ്ട് കേട്ടോ അതിന്. थोड़ा सा ओके. കടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല അമർത്തിയിട്ടുണ്ട്. മലയാളം ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താ പറയണ്ട, നടന്ന് നടന്ന് ചായ വന്നു. ചായ എടുത്തോ, ചായ എടുത്തോ. ചൂടുണ്ടാവും ചിലപ്പോ. അല്ല, ആചരക്കല്ല അവക്കുള്ളൂ. ഒരു ടിഷ്യൂ വെച്ചാൽ മതി അവിടെ നിന്ന് പൊതിഞ്ഞിട്ട്. ചൂട് ഗ്ലാസ് വേണോ? ഒരു ഗ്ലാസ് ആണ്. ഇത് നല്ല പൊടി ഉണ്ടല്ലോ. ലൈറ്റ് ആക്കി തരാം. ലൈറ്റ് ആയ മതി പറഞ്ഞു. ഇത് വേണ്ട.
इधर मत बोल डिस्टेंस चाहिए ये वाला आपको ये स्टूडियो चाहिए नहीं तो वो दूसरा एक क्या बोलेंगे नागपुर ഇനി വേറെ ആൾ കേട്ടില്ല കേറിയോ ഇവിടെ ഒരാളെ കേട്ടുവാ കഴിഞ്ഞോ ഞങ്ങൾ പോയി വരാട്ടോ അക്കരെ പോയിട്ട് ഇക്കരക്ക് വരാം എന്തേലൊക്കെ ബ്ലോഗർക്കൊന്നും പറയാല്ലേ മാസ്ക് എടുക്ക് പോയിട്ട് വരാം ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് മീന ബസാറിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വരാട്ടോ പറയണോ ആ നമ്മളിങ്ങനെ അപ്പുറത്തേക്കൊന്ന് കയറി പോണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അല്ലേ അബ്രയിൽ ഇരുന്നിട്ടുണ്ട് അക്കര അല്ലേ വെറുതെ പോയി പോയിട്ട് വരാം എത്രയെന്ന് പറഞ്ഞപ്പോ
ഇതൊരെണ്ണം കൂടി വേണോ? നോട്ടെ ഓടോളൂ. യെസ്, അടിപൊളി. ഇതെത്ര സൈസ് ഈ കളറല്ലേ ഭംഗി? അതിൽ നമുക്ക് കുറെ കാണുമ്പോൾ ഏതാ എടുക്കണം തിരിയില്ല. എനിക്ക് ഏത് നോക്കട്ടെ, ഇടാണ്ടെന്ന് ചൊങ്ങുണ്ട്. എടുത്തോ. ഇത് ഒന്നായി. അത് സോറി, ഇതുണ്ട്. അമ്മയ്ക്ക് അതെടുത്തോ. രസമുണ്ടോ? ആ, നല്ലതാ. ഇതൊരു എത്ര പറഞ്ഞ പാവാന്ന് പറഞ്ഞിട്ട് എത്രയാണ്? ലാസ്റ്റ് 45 മതിയായല്ലോ, നമ്മളിവിടെ കൂട്ടുന്ന അവസ്ഥയാണ്. നമ്മളിപ്പോ പാവായിട്ട് ഇവിടെ കച്ചവടം കുറവായിപ്പോ ചോളം കുറവാ. കുറവാണെന്റെ പ്രശ്നം തന്നെ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, നടക്കുന്നില്ല. നടക്കുന്നില്ല. പിന്നെ ഇത് കുറവല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതെടുത്തോ. നമുക്കൊരു ഇത് തന്നത്. പാവാന്ന് പറയണ നാടിന്റെ സ്ഥലങ്ങൾ നാട് കെട്ടിയാലും പേടിച്ചിട്ട് നിങ്ങളെ തന്നെയാ. അതിനെക്കൊണ്ട് പിന്നെ നമുക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ നിങ്ങളെ അടുത്ത് തന്നെയാ. അത് ശരി. നമ്മളെ വായി തന്നെയാ, വായില്ല. മാഹില നിങ്ങൾ പേടിക്കണ്ട. ഒരു കാട്ടിൽ തന്നെ സിംഹം പുലിയും എല്ലാം ഉണ്ട്. മട്ടന്നൂര് എയർപോർട്ടിലെ സ്ഥലമല്ലേ നമ്മള് മട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അവനടുത്ത് ഒരേന്റെ മുകളിൽ ഇങ്ങനെ തട്ടിയിട്ടില്ല, ഞാൻ ഫോൺ വിളിച്ചാൽ വീട്ടിൽ വോയിസ് കേട്ടിട്ടില്ല. മട്ടന്നൂര് വായന്റെ മുകളിൽ തട്ടിയിട്ട് പോകുന്നത് എന്താ? ഇത് എത്രയാ? 40 രൂപ കിട്ടില്ലല്ലേ? ഞാൻ നല്ല പൈസയാണ്. എന്നാലും നോക്കുമ്പോ ഇല്ല ചെറുപ്പക്കാരൻ വേണ്ടി പാവാന്നുള്ള മാർക്ക് വാങ്ങുന്നതല്ലേ? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മള് പാവാന്നുള്ള? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും? ഇല്ലേ, പാവല്ലേ? ശരീരം നോക്കണ്ടാ. ഇതവിടെ കണ്ണാടി ഉണ്ടല്ലോ, നോക്കാലോ. അടിപൊളി, നല്ല നല്ല ഭംഗിയുണ്ടല്ലേ? ഈ കാഴ്ചക്ക് സെലക്ഷൻ ആയിട്ട് കാര്യമില്ല. ചിലതെല്ലാം വെറും ഒറ്റ അലക്കല്ലേ. അത് വാങ്ങിട്ടോ. ഇതല്ല കളറാ, ഇതല്ലോ. ഈ പ്രിന്റെല്ലാം ചിലപ്പോ പോകുന്ന നോക്കാം. ഇതെടുത്തോ. ഇങ്ങനത്തെ വർക്കിംഗ് ഇതൊന്നും സെയിം അല്ലേ? അതെ, ഇതൊന്നും സെയിം അല്ലേ? നല്ല പൈസ ഇത് പറ. പറയണോ? ഇത് ഡിഫറെന്റ്. ഇത് 40 ഇല്ല, അത് വേറെ. ഇത് ഇവിടെയുള്ള ഡ്രൈവ് വേറെയാണ്. നിങ്ങളെ റേറ്റ് അതെല്ലാം അപ്പുറമുണ്ട്. ഇത് വേറെ. ഇതോ നിങ്ങൾ എടുത്തല്ലേ സെയിം? ഞാനെടുത്തല്ലേ? 45 വില വന്നല്ലോ അപ്പുറം. പാവന്നല്ല എത്ര പറയുന്നത്? അവ നമ്മളൊരു ജില്ലക്കാരാണ്. നിങ്ങൾ പാവായ കൊണ്ടല്ലേ നമ്മൾ ലാസ്റ്റ് രണ്ടൂന്ന് ഡ്രസ് എടുക്കുന്നുണ്ടല്ലോ. പ്രയാസം തോന്നില്ല എടുക്കുന്നത്. ഇതൊക്കെ കൂടുതലല്ല, ഇതിവിടെ കൂടുതലല്ലോ. ഓക്കെ, അപ്പൊ നാ വെച്ചോ. നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാം. ഒന്നാ രണ്ട് ഇട്ടിട്ട് നമ്മളെ അല്ലെങ്കിൽ നോക്കിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് കൊണ്ട് 40 ചെയ്തോ. ശരി എന്നാ, ഓക്കെ, ബൈ. ബാബാ, മതി. താങ്ക് യു.
അങ്ങനെ നമ്മൾ എന്താ പറയുക ക്യാമറ ഒക്കെ മേടിച്ച് നമ്മൾ അബ്രയ്ക്ക് വന്ന് അബ്രേൻ്റെ സൈഡിലത്തെ കുറച്ച് ചെറിയ ചെറിയ കടകളിൽ നിന്ന് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോയിൽ മറ്റേ എനിക്ക് ഒരു ഡ്രസ്സ്, അമ്മയ്ക്ക് ഒരു ഡ്രസ്സ്, എനിക്കൊരു ഡ്രസ്സ്. പെണ്ണുങ്ങളല്ലേ യൂഷ്വലി ഡ്രസ്സൊക്കെ ഭയങ്കര ആകർഷണമായിട്ടുണ്ടാവില്ലേ. എനിക്കൊക്കെ തോന്നുന്നത് ലൈക്ക് എനിക്കെപ്പോഴും കടകളിലൊക്കെ ലൈക്ക് ഡ്രസ്സിൻ്റെ കടകളിലൊക്കെ പോകുമ്പോൾ ആ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും മേടിക്കാറൊന്നുമില്ല കേട്ടോ. പറ്റിയ സമയത്തൊക്കെ ഞാൻ മേടിക്കാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഫുൾ അവിടെ സർക്കിട്ടൊക്കെ അടിച്ച് നമ്മൾ കുറച്ചൊക്കെ കറങ്ങിയിട്ട് നമ്മൾ എൻജോയ് ആക്കി. പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ സാധാ ആൾക്കാർക്ക് വരുന്ന പോലെ കുറച്ചൊക്കെ വിശപ്പ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. റെസ്റ്റോറൻറ്റ് ഷത്തർ കിസീസിൽ. അപ്പോൾ ഷത്തറിനെ കുറിച്ച് എന്താ പറയുക പറയാൻ വന്നത്, എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഷത്തർ. കാരണം അവിടുത്തെ ചാർക്കോളുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ പെപ്പർ ചിക്കൻ ചാർക്കോൾ, അതിൻ്റെ പേര് പെപ്പർ ചിക്കൻ എന്തോ ആണ്. അപ്പോൾ അതത്തെ എന്താ പറയുക ആ ഒരു ടേസ്റ്റ് എനിക്ക് വേറെ ഏതോ ലൈക്ക് ഹോട്ടലിൽ പോയപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഷത്തറാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക അത് മേടിച്ചിട്ട് നമ്മൾ കഴിച്ചു, ഫുള്ളും സെറ്റായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക സാധാരണ പോലെ നമ്മൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണേ. അപ്പോൾ ആ ഒരു ലൈക്ക് ആ ലോങ് ബ്രേക്കിൽ നിന്നൊരു എന്താ പറയുക ഒരു ട്രാവൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്ളോഗ് ആക്കിയിട്ട് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ അടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെയല്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.